ആ പറയൂ. എന്തായിരുന്നു വാർച്ചേറ്റിൽ വന്നത് ബ്രോ? ഞാൻ കണ്ടില്ല. കാണണ്ട. കണ്ടില്ലെങ്കിൽ കാണണ്ട. എന്തിനാ കാണുന്നത് ഇതൊക്കെ? ഒന്ന് എന്ത് വാർച്ചേറ്റ് വന്നതാണെന്നോ? ബാക്ക് അടിച്ച് നോക്കാൻ പോവാന്നോ ഈകളെ? ഞാൻ കാണട്ടെ. എനിക്ക് അതൊക്കെ കണ്ടാലേ ഒരു രസമുള്ളൂ ബ്രോ. എനിക്കതൊക്കെ കുറച്ചും കൂടെ മേളി പോടാ കൊട്ടവാസു, എന്തിനാണ് വെറുതെ നിനക്ക് ടർഫ് കിട്ടുവാണെങ്കിൽ നീ എടാ കൊട്ടവാസു, ഇതിന്റെ പേര് നിനക്ക് ടർഫ് കിട്ടുവാണെങ്കിൽ നീ എടുത്തോ. കൊട്ടവാണമെന്നോ? ഓക്കേടാ തന്തയില്ലാത്ത പട്ടി. ഞങ്ങൾ അടിച്ചെടുത്തിട്ട് ഞാൻ ബാക്കി പറയാം നിന്റെ അടുത്ത്, കേട്ടറാ? അപ്പൊ എന്നെ കഴിവറാ മോനെ. എന്തായാലും നിന്നെ പോലെ മറ്റേ ഇമോട്ട് ഇട്ടെന്ന് വന്ന് പറഞ്ഞു VC പോയിരുന്ന് കരയാൻ എനിക്ക് താല്പര്യമില്ല. ഞങ്ങളിത് അടിച്ചു തന്നെ എടുത്തോളാം. കേട്ടാ? നിന്റെയൊക്കെ കൂട്ട് ഇമോട്ട് ഇട്ടു, വാക്കിംഗ് സ്റ്റൈൽ മാറ്റി, അയ്യോ എനിക്ക് ടർഫ് തരണേ എന്ന് പറഞ്ഞ് കരയാനുള്ള താല്പര്യം എനിക്കില്ല. അയ്യോ ഇല്ല, കുഴപ്പമില്ല. നമ്മളിത് തിരിച്ചെടുക്കുന്നതിന് ഞാൻ ബാക്കി മറുപടി പറഞ്ഞോളാം ഗൈസ്. ഇന്ന് ഇത്രേ പറയുള്ളൂ. കാരണം ഇന്ന് ഇതിൽ കൂടുതൽ ഞാൻ പറയത്തില്ല. ഇന്ന് ഇത് അടിച്ച് ജയിച്ചേൻ്റെ ഒന്ന്. ഏഷ്യാനെറ്റിന്റെ സീനുണ്ടാട്ടാ ബ്രാവോ. ഉണ്ടല്ലേ? പിന്നെ FRP അല്ലേ? ഇനി FRP ആണെങ്കിലും അതിനി വല്ല അബ്യൂസ് ആണെങ്കിലും ഞാൻ അത് വലിക്കൂല. ഞാൻ ഈ ഊത്തിന് കൊടുക്കും. ഈ ഊത്തുവാണത്തിന് ഞാൻ അന്നേരം സിറ്റിക്കകത്ത് കൊടുക്കുള്ളൂ. ഈ ഊത്തുവാണത്തിന്. മനസ്സിലായ? ഇല്ല, ഞാൻ FRP ഒന്നും വലിക്കാൻ പോകത്തില്ല കേസ്. എന്ത് FRP? അത് FRP അല്ല. അത് ഒന്നാമത്തെ കാര്യം. FRP ഒന്നുമില്ല. ഇതെന്താ ബ്രോ ഇങ്ങനെ? പാടില്ല. FRP ആണ്. കുഴപ്പമില്ല. വേണ്ട. ഇറ്റ്സ് ഓക്കെ. ഞാൻ വലിക്കൂല ബ്രോ. ഡ്രൈവറിന്റെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ആണല്ലേ? ഞാൻ വലിക്കൂല. അവ സിറ്റി കളിക്കട്ടെ. വാണം സിറ്റി വേണം. ഞാൻ വലിക്കൂല. ടർഫിന്റെ കേസിലാ പറഞ്ഞത് FRP. ഇല്ലല്ലോ, ഇതാക്കാം. ഇതിന്റെ പേരിലൊന്നും ടർഫ് FRP വലിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അടിച്ചെടുക്കാം. ഇല്ലല്ല, നമുക്ക് FRP ഒന്നും വലിച്ചെടുക്കണ്ട. ഇത് വലിച്ചാ ഇതാവണോ? ഏതാ ടർഫ് ഇതാവോ? ടർഫ് ഇതാവും. അപ്പൊ നീ ഔദാര്യത്തിന് വെച്ചോടാ. അത് ഞാൻ തിരിച്ചെടുത്തോളാം. എന്റെ ഔദാര്യത്തിന് വെച്ചോ. ദാമുക്കുണ്ട, എന്റെ ഔദാര്യത്തിന് വെച്ചോ നീ. ഞാൻ അത് തിരിച്ചടിച്ചെടുത്തോളാം. മനസ്സിലായോ? എന്റെ ഔദാര്യത്തിന് നീ ആ ടർഫ് വെച്ചോ. കുറച്ചൊരു 4 ദിവസത്തേക്ക്. എന്റെ ഔദാര്യത്തിന് 4 ദിവസത്തേക്ക് ആ ടർഫ് വെച്ചോടാ കുണ്ടാ നീ. മാസങ്ങ് പോയല്ലോടാ. ആ മാസങ്ങ് പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഭയങ്കര ഒരു മാസത്തിൽ വന്നതായിരുന്നു. എടാ ഇത് എന്താ 5M എനിക്ക് സ്റ്റാർട്ട് ആവുന്നില്ല. ഇതിട്ടാണ് കണക്ട് ചെയ്ത വാർപ്പിട്ട്? അല്ലല്ല, വാർപ്പിട്ടല്ല കണക്ട് ചെയ്തേക്കുന്നത്. ഞാൻ നിനക്ക് അത് എന്താ എന്റെ ഔദാര്യത്തിന് നന്നായിട്ട് 4 ദിവസം. കേട്ടറാ? ഊത്തുവാണമേ, ഊത്തേ. എടാ നീ ഇപ്പൊ ഊത്താ? ആ സാധനം കേട്ടില്ലേ? അതല്ലടാ, വേറൊരു വീഡിയോ ഉണ്ട്. മറ്റേ കൂട്ടുകാരെ സാരി എടുത്ത് നിൽക്കുന്നതാണോ? നീ ഇപ്പൊ ഊത്ത ആ സാധനം കേട്ടില്ലേ? അയ്യോ, ഇത് ഡ്രൈവിന്റെ വരുന്നില്ല, അത് നിക്കുന്നില്ല, അത് അങ്ങനെ തന്നെ പൊക്കോണ്ടിരിക്കുവോ ബ്രാവോ? അത് NVIDIA GeForce RTX 5070 Ti അതാണ് അതിരിക്കുന്ന കാർഡ്. GPU ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. എന്തെന്ന് 5070 Ti ആ കാർഡ്? GPU ഡ്രൈവറോ? AMD Ryzen TM graphics. ഇത് ഗ്രാഫിക്സ് ദിസ് യൂഷ്വലി ഇൻഡിക്കേറ്റ്സ് ആൻഡ് എൻവയോൺമെന്റ് ഇഷ്യൂ ബ്രേക്കിംഗ് ഡയറക്ടെക്സ് ഇൻഫ്രാസ്ട്രക്ചർ. ഇത് വരുമ്പോ വായിക്കുന്നു. ഓപ്പൺ കോസ്റ്റ് This usually indicates an environment issue breaking DirectX graphics infrastructure. Shared resources often caused by misconfigured mobile GPU setups, improperly installed graphics modes, or other system configuration. GPU graphics modes ഒന്നും ഇട്ടിട്ടില്ല. അല്ല, സാധാരണ ഒരു 5M കൂടെ കിടപ്പുണ്ട്.
അത് ഇടയ്ക്ക് വരുന്നതാണ്, എല്ലാവർക്കും വരും അത്. സാധാരണ വരാറുണ്ട്. അപ്ഡേറ്റിന്റെ ഇല്ല. ഇത് സാധാരണ ഒരു വട്ടേ വരാറുള്ളു. അതാണ് പ്രശ്നം. ഇപ്പൊ എത്ര മൾട്ടിപ്പിൾ 2-3 വട്ടം വന്നാ 3 വട്ടമായി. അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ online. ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനൊക്കെ വരുന്നത്? അത് അങ്ങനെയാണ് ഈകളെ. ചില സമയങ്ങളിൽ നമ്മുടെ സമയം വളരെ നല്ലതാണ്. ചിലപ്പോ ഞാൻ ആലോചിക്കണേ, ഇന്ന് എല്ലാ ഇതും എന്റെ തലയിലോട്ടാ വന്നോണ്ടിരുന്നത്. ഇതാ വീണ്ടും അങ്ങനെ തന്നെ. അല്ല ഇല്ല, അല്ല വന്നില്ല. അത് correct ഇല്ല. ആണ്. ആ, അത് default വരുന്നുണ്ട്. വരുന്നുണ്ട് അത്. വരുന്നുണ്ട്. Yes വരുന്നുണ്ട്. എന്ന്. അല്ല അതിനകത്തൊരു ലിങ്ക് ഉണ്ടായിരുന്നു വിസിറ്റ് എന്ന് പറഞ്ഞിട്ട്. CFX-ന്റെ ആടാ അത്. akka.cfx. ആ, അതേനാ, ആറി. അതേനാ. അതേനാ. CFX അക്കയാ, അക്ക അല്ല മാമി. എടാ AK. ആ, അക്ക പോലും. ആ പിന്നെ നീ AK എന്ന് കൂട്ടി വായിച്ചേ. ഏക്കെ തൊട്ട്. അക്ഷരല്ലോ. ഒരക്ഷരം പറഞ്ഞ് വായിക്കല്ല, കൂട്ടി വായിക്കണം. എനിക്കിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കണോ? എനിക്കിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ? കണ്ട്. അല്ല ഞാൻ കേറി. 4 ദിവസത്തെ അമ്മമാരുടെ ആഘോഷം. 4 ദിവസം കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, നീ തൽക്കാലം ദാനം കിട്ടിയ ടർഫും കൊണ്ട് പോടാ, ദാനം കൊണ്ട് ടർഫി കൊണ്ട് പോടാ ഊത്തുപട്ടി. ഡയറക്റ്റ് എന്ത് ഇങ്ങനെ മിന്നിക്കൊണ്ടാണ് ഇരിക്കണ അണ്ണന്. യെസ്. അളിയാ, എന്തായാലും അപ്ഡേറ്റ് ചെയ്തായിരുന്നോ? ഇല്ല, Update ഞാൻ ഒന്നും വന്നായിരുന്നു. update ചെയ്തില്ല. ഡിസ്പ്ലേ സെറ്റിംഗ്സ് എടുത്തേ. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് NVIDIA എടുത്താണോ? ഡിസ്പ്ലേ അല്ല, ഡിസ്പ്ലേ സെറ്റിംഗ്സ് എടുത്തേ. താഴെ പോയിട്ട് ഗ്രാഫിക്സ്. ഉം. താഴോട്ട് പോയിട്ട് ഗ്രാഫിക്സ്. ഗ്രാഫിക്സ്. ഉം. അതില് യൂസ് ബ്രൗസ്. അത് താഴെ. browse. അതില് CFX ഗെയിം എക്സിക്യൂട്ടബിൾ. അവിടെ സെർച്ച് കൊടുത്തേ. സെർച്ചില് ഇവിടെ CFX. വലിച്ചു കൊടുക്ക. FRP വലിക്ക് പുറമോ CFX GPT എടുത്ത് ചോദിച്ചല്ല എങ്ങനെ ചോദിച്ചത്. ഇല്ല, ലിങ്കിൽ പോയി വായിച്ചു നോക്കി. ഇല്ലടാ, CFX അടിച്ചിട്ടൊന്നും വരുന്നില്ല. ആഡ് താഴെ 5 ഉണ്ടോ നോക്കണം. 5 അടിച്ചാണ്. ഭയവും നല്ലല്ലോ അത് അല്ലല്ല കിടക്കുന്നത്. അണ്ണ വേറെ പേരിലല്ല കിടക്കുന്നത്. ആഡ് ആപ്പ് ഇടണം അണ്ണ. ആഡ് ആപ്പ് ഇട്. ആഡ് ഡെസ്ക് അതന്നെ. ആ, അതിന്റെ അകത്ത് 5M എവിടെ കിടക്കുന്ന സെലക്ട് ചെയ്ത എവിടെ ഇട്ടേക്കുന്ന അണ്ണ? ഫഹമിന്റെ എവിടെയാണെന്നൊന്നും അറിഞ്ഞൂടാ. ലോക്കൽ ഡിസ്ക് സി. ലോക്കൽ ഡിസ്ക് സി. അതിന്റെ അകത്ത് പ്രോഗ്രാം ഫയൽസ് 86 ആണോ? അതിന് താഴെ 5M. എഫിലല്ലേ? അല്ലല്ല, അതില് മേളില് ഇതുണ്ട്. അപ്ഡേറ്റ് ഉണ്ട്. കോമൺ ഫയൽസ്. കോമൺ ഫയൽസ് സിസ്റ്റം. സിസ്റ്റം അല്ല, ഇതൊന്നും ഇല്ല, സിസ്റ്റം ഒന്നും അല്ല. ഇങ്ങനെ തന്നെ. എടാ നീയേ ചുമ്മാ 5M ആപ്ലിക്കേഷൻ അണ്ണ ഒന്നും വേണ്ട. അത് ഒന്ന് സെർച്ച് ബാർ എടുത്തണ്ട. താഴെ സെർച്ച് ബാർ പേര് ആ സെലക്ട് ചെയ്യണം. ഇതിന്റെ അകത്ത് അപ്ഡേറ്റ് നിന്നെ ഇപ്പൊ ആര് വിളിച്ചിട്ടാ കണ്ണാപ്പി? ദേവി അത് കണ്ണാപ്പി, നീ എന്നെ ഒന്ന് ഇത് കുഴപ്പിക്കരുത്. നീ എന്നെ കൺട്രോൾ ആറടി. വിൻഡോസ് ബട്ടൺ ഞെക്കിയിട്ട് 5M ആപ്ലിക്കേഷൻ റൈറ്റ് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ. കൺട്രോൾ ആർ അടിച്ചിട്ട് അപ്ഡേറ്റ് അടിച്ചാൽ മതി. ഓപ്പൺ ഫയൽ ലൊക്കേഷൻ. അതെ, ഒന്നും കൂടി റൈറ്റ് ക്ലിക്ക് 5M എന്നിട്ട് ലൊക്കേഷനിലോട്ട്. എന്നിട്ട് അവിടെ ക്ലിക്ക് എന്നിട്ട് കോപ്പി ചെയ്താ. എന്നിട്ട് നേരത്തെ ബ്രൗസറിൽ ഒന്നുകൂടി അവന്റെ മണ്ടയിൽ പേസ്റ്റ് ദിസ് PC എന്ന് പറഞ്ഞ ഇവിടെ അല്ല, ദിസ് PC എന്ന് പറഞ്ഞ ഓക്കെ. എൻട്രടി 5M ആഡ് കൊടു. എന്നിട്ട് അതില് 5M സെലക്ട് ചെയ്യും. താഴെ 5M സെലക്ട് ചെയ്യും. എന്നിട്ട് അവിടെ കണ്ടല്ലേ, അവിടെ കാർഡ് കൊടു. ക്ലിക്ക് കാർഡ് കൊടു. ഹൈ പെർഫോമൻസ്. ഓക്കെ, മതി. ഇത്ര ഉള്ള എടാ കണ്ണാപ്പി, ഞാൻ അടിക്കുക നിന്നെ. ഉള്ള കാര്യം പറഞ്ഞേക്കാടാ. അപ്ഡേറ്റ് ഇല്ലേടാ. ഇത് നോക്കാം. ഇതിലും വന്നില്ലെങ്കിൽ NVIDIA അപ്ഡേറ്റ് NVIDIA ഓപ്പൺ ചെയ്യേണ്ടി വരും. ഇതിലും വന്നില്ല. ഗ്രാഫിക്സ് on ആക്കണം. അതാണ് പരിപാടി. കണ്ണാപ്പി FRP കളിക്കുന്ന ആരെയും നമുക്ക് വിളിച്ചോ നിന്നെ? തിരിച്ചടിച്ചാ പോരെടാ. നമുക്ക് തിരിച്ചടിച്ചാ പോരെ. FRP ഒന്നുണ്ടോ? PP ഒക്കെ അവന്റെ അടിച്ച് വായി വെച്ചു കൊടുക്കാം. പറയട്ടാ. അത് നമുക്ക് തിരിച്ചടിച്ചാ പോരെ. നമുക്ക് 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ചടിക്കാം. വേണ്ട. നമുക്ക് 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ചടിക്കാം. പിന്നെ ഇവന്റെ കഴ മാറി. ഇത് ഇവനെ വന്ന് ബ്രാവോ, ഇവന് ബാൻ കിട്ടുവോ? ബാൻ ഇല്ല. ബാൻ ഇല്ല. ബ്രാവോ ബാൻ കിട്ടത്തില്ല, അതാണ് പ്രശ്നം. ബാൻ കിട്ടത്തില്ല. അണ്ണ ഒരു മിനിറ്റ് അണ്ണ. NVIDIA ഇത് എക്സിറ്റ് അടിച്ചാണ്. കൺട്രോൾ പാനലല്ലേ?
കൺട്രോൾ പാനൽ ഇല്ല ഇതില്. അല്ല ഇത് NVIDIA എന്തോ ആപ്പ് guys ഇത് ഇല്ല. എനിക്ക് മാത്രം. അണ്ണാ ആ ക്യാബിനില് മറ്റേ ഗ്രാഫിക്സ് കാർഡിന്റെ സ്വിച്ച് ഇല്ല അണ്ണാ, ആ, അത് ആ പ്ലഗ് ഒന്ന് ഊരി ഒന്നുണക്കെ കുത്തി. പോടാ കൊണ്ടേ അമ്മ വിട്. ലൈവ് പോകാൻ വേണ്ടിട്ട് ഇത് ലൈവ് പോകത്തില്ല, ഗ്രാഫിക്സ് കാർഡും ലൈവും തമ്മിൽ എന്താ ബന്ധം? ഓ തന്നെ. ഉം. അണ്ണാ ഇതൊക്കെ അണ്ണാ ഇത് പോത്തിൽ അണ്ണാ Group ഉണ്ടോ? PCB ഡിഫെൻഡിങ് ഫേവർ കണ്ടു. കാണ്ട് ഈവൻ ഹോൾഡ് ഫോർ എന്താണ് 1 വീക്ക് ലോൾ. കാണിക്കുന്നില്ല. ചക്കയ്ക്ക് ഒരു കളി കിട്ടുമ്പോ കൊണക്കല്ലേടാ കേട്ടോ. 1 പ്രീവാർ 1 ടർഫ് ലൈവിൽ ഇരുന്ന് കൊണക്കല്ലേ നീ. 3 ഇനിഷ്യൽ 2 പ്രീവാർ 2 വാർ 6 ടർഫ് ഓടാ നീ. കണ്ടിട്ട് ഇറക്ക് വല്ലപ്പോലും ജയിക്കുന്ന നീ കേട്ടോ. V4 വേശി ബ്രാ. ഈ ടർഫ് റീടർഫ് വെച്ചിട്ട് ഈ തള്ളയോളി നാളെ തന്നെ അടിക്കണേ. വാ, ഞാൻ വലിക്കാൻ പോണേ. എന്തോ അവ ഇട്ടതാണോ ചാറ്റിൽ ഇത് ആ. എത്രയും? അമ്മമാരിപ്പോ ഒഫീഷ്യൽ സ്റ്റോറി ഇട്ടതാ. ഇതെന്തോ വലിക്കണ്ടേ ഗൈസ്? ഒരു മിനിറ്റ്. ഇത് നാളത്തേക്ക് തന്നെ റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ ബ്രാവോ? നോർമലി അത് അവിടെ ടർഫിന്റെ അവര് നോക്കൂടാ. അവര് നോക്കുമല്ലേ? ടിക്കറ്റ് റേസ് ചെയ്തിട്ടേക്ക്. വാടാ ഊത്ത് ശിഖണ്ഡി, നിനക്ക് തരാൻ വാ. എന്താ അതാരാ ഇട്ടത്? അതാരട്ട റഷ്യൻ ഓവൻ. അവെന്താ ഇട്ടത്? ഇറ്റാച്ചിയുടെ അച്ഛന്റെ പേര് വെച്ചിട്ട്. ഇറ്റാച്ചിയുടെ അച്ഛന്റെ പേരിട്ടാ? സ്ക്രീൻഷോട്ട് ഉറപ്പാണോ അത് ഇറ്റാച്ചി എന്ന് വിളിച്ചേ? SSL ഉണ്ടോടാ? കേട്ടില്ല. നിന്റെ അച്ഛന്റെ പേരാണോ ട്രാക്ക് ചെയ്തവൻ? അണ്ണ എന്റെ അച്ഛന്റെ പേര് അതാണ്. നമ്മളിവിടെ സ്ഥിരം ലൈവിൽ ഞാനും സ്നൈപ്പും കൂടെ ഇരുന്ന് സംസാരിക്കാറുള്ളതാണ്. മനസ്സിലായില്ലേ? അതാ വാർച്ചയിലിട്ടോ? ആ അയ്യോ പോയല്ലോടാ മോനെ. അതെ ഡിസ്കോഡ് മ്യൂട്ട് ചെയ്യണോ? ഹലോ. ഇല്ലില്ല, മ്യൂട്ട് ചെയ്യണ്ട. മ്യൂട്ടൊന്നും ചെയ്യണ്ട. ഓക്കെ. മ്യൂട്ടൊന്നും ചെയ്യണ്ട. കണ്ടി ഇത്ര ഫ്രസ്ട്രേഷനാ നിനക്ക്? അതിന്റെ സ്ക്രീൻഷോട്ട് എല്ലാം ഉണ്ടോടാ? ഗ്രൂപ്പ് ഇല്ലാത്തവന്മാര് ഈ ദാമോ പഴയ ദാമോ? അവൻ തന്നെ ഊത്ത് പഴയ ഊത്ത് പഴയ ഊത്ത് ശിഖണ്ഡി. തന്നെ. അത് സംഭവം എന്താ പറയണ, ഉം. തന്ത ഇല്ലാത്തവന്മാർക്ക് തന്ത ഉള്ളവരെ കാണുമ്പോ ഒരു ചൊറ വരും. മനസ്സിലായില്ലേ? അത് ശരിയാടാ, അത് ശരി, അത് സത്യമാണ്. അത് വളരെ തന്ത ഇല്ലാത്തവന്മാര് പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണത്. അവന്മാർക്കൊന്നും ചന്തയിൽ പെട കൊടുക്കാൻ തന്ത ഉണ്ടായിരുന്നില്ല. അതാണ് പ്രശ്നം. കൊച്ചിലെ ഇങ്ങനെ വളർന്നു മറ്റേ തീട്ടമായി മാറി. മനസ്സിലായ? എന്താ കണ്ടി നിനക്ക് ഇത്ര ഫ്രസ്ട്രേഷൻ? എടാ ഊത്ത് കണ്ടി, നിനക്ക് എന്താ ഇത്ര ഫ്രസ്ട്രേഷൻ? നിനക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണല്ലോ. ഞാൻ വേറെ കാര്യം പറയാം ഗൈസ്, ഞാൻ പറയാട്ടല്ലോ. ലോകത്ത് ഒരു ഗ്യാങ്ങേ ഉണ്ടാവുള്ളൂ, അതായത് ഒരു മെമ്പറിനെ ഗ്യാങ്ങിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ ആഴ്ച വാട്സപ്പും ചെക്ക് ചെയ്യുന്ന ഗ്യാങ്. പേഴ്സണൽ വാട്സപ്പ് ചാറ്റ് സ്ട്രീം ചെയ്ത് ഊത്തണനെ കാണിച്ചില്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല. എടാ കണ്ടി പോടാ തീട്ടവേ. അവന് തന്നെ ട്രസ്റ്റ് ഇല്ല അവന്റെ മെമ്പേഴ്സിനെ. മനസ്സിലായ? അവന് മെമ്പേഴ്സിനെ ട്രസ്റ്റ് ഇല്ല. അവനിങ്ങനെ ആഴ്ച പേഴ്സണൽ മറ്റേ ലവറിന് എന്താ അതെന്താ ഊത്തണ്ണനെ സ്ട്രീം ചെയ്ത് കാണിച്ചു കൊടുക്കണം. അച്ചിപ്പട്ടി ഹേട്ടടത്തിന്റെ പുറത്തുള്ള പിള്ളേരെ മാത്രം വലിച്ചു വരുത്തിയ ഒരു ഗ്യാങ് തുടങ്ങിയ നീയൊക്കെ നീ എന്ത് മൂഞ്ചനാടാ നീ ദാമു ഊത്ത് BP ശീകണ്ടി. ഇവിടെ കഴിഞ്ഞോട്ട വാറ വെച്ച് പോയി അവിടെ ഇരിക്കുന്ന ആരെങ്കിലും തന്തയ്ക്ക് വിളിച്ചോ? ഇവിടെ ആരെങ്കിലും? അതൊക്കെ എന്തിനു പരിപാടി? കുണ്ണാളെ കാണിക്കണ. ഞാൻ ഒരു കാര്യം അടിച്ചിട്ട് ജയിച്ചാൽ മിണ്ടാണ്ടങ്ങ് പോവാ. തന്തയ്ക്ക് വിളിച്ചു തുടങ്ങി കഴിഞ്ഞാല് തന്തയില്ലാത്തവന്മാർക്കും കിട്ടും. ഇപ്പോഴേ പറഞ്ഞേക്കാം. ഇപ്പൊ വിളിച്ചത് അങ്ങ് പോട്ടെ, സീനില്ല. ഞാൻ ടിക്കറ്റ് അല്ലല്ല അല്ലാണ്ട് പറഞ്ഞത്. തന്തയില്ലാത്തവന്മാര് കിടന്ന് കാര്യമില്ല കേട്ടാ. ഇതിനു മുമ്പ് ഈ കൂട്ടത്തിൽ ഒരു കണ്ടി ഇരുന്ന് ലൈവിൽ ഇരുന്ന് മെസ്സേജ് അടിച്ചിട്ട് അവന്റെ വീട്ടിലൊക്കെ ആള് ചെന്നതാ കേട്ടാ. കണ്ടി ബാക്കി എന്നെ കൊണ്ട് പറയിക്കരുത്. ബാക്കി ദേവിയെ തന്നെ കൊണ്ട് ബാക്കി പറയിക്കരുത് കേട്ടല്ലോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം.
ഓക്കെ, നീയൊക്കെ റീടർഫ് കളിച്ചിട്ട് പോയാൽ മതിയടാ. നീയൊക്കെ റീടർഫ് കളിച്ചിട്ട് പോയാൽ മതി. നീ ഒന്നുകൂടെ, ഞാൻ മര്യാദയ്ക്ക് അത് വിട്ടതാ. നിന്റെയൊക്കെ ആ സ്റ്റോറിയും കണ്ടിട്ട് ഞാൻ വിട്ടതാ. രണ്ടാമത് നിനക്ക് ഏഷ്യനൊക്കെ നീ നിന്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, എൻ്റെ അടുത്ത് ഇറക്കണ്ട. മനസ്സിലായേ? അതിന് ഫ്രസ്ട്രേഷൻ ഗൈസ്. വീക്കിലി എല്ലാ മെമ്പേഴ്സും ഡിസ്കോഡും വാട്സപ്പും സ്ട്രീം ചെയ്ത് കാണിക്കണം ഇന്നത് ആരെയൊക്കെയാണ്. നിന്റെ ഈ തന്തയിലായ്മ കൊണ്ടാണ് നിന്റെ അകത്തുള്ള ആൾക്കാർ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തന്നത്. മനസ്സിലായ? നീ എന്തിന് കണ്ടിയാണെന്ന്. അല്ലാതെ ഞാൻ തിരക്കിപ്പോയതല്ല. എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് പറഞ്ഞു തന്നാണ് നീ അവരെ വളർത്തുന്ന രീതി ഇതാണെന്ന്. ഇവ അങ്ങനെയാടാ, നീ എന്തിനാണോ നിന്റെ ഗേൾഫ്രണ്ടിന് ഉമ്മ കൊടുത്ത? നീ ബേല ഇനി തീപ്പൊടി തന്നെ നിനക്ക് സ്ലോട്ടില്ല. നീ ലവറിന് ഉമ്മ കൊടുക്കണം. എന്തൊക്കെ കോമഡിയാ എടാ ഊത്തേ, ഇതിനെ കുറിച്ച് ഇങ്ങനെ ഇപ്പോഴാണ് അറിയുന്നേ. കഴ നീയൊക്കെ റീടർഫ് കളിച്ചിട്ട് അതെടുത്തിട്ട് പോയാൽ മതി. നീയൊക്കെ ഇനി ടർഫ് എടുത്താലും നിന്നെയൊക്കെ ഇത് തന്നെ നിങ്ങളെ അടിച്ചെടുക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. 4 ദിവസം നിന്റെ കൂടി പോയാൽ നിന്റെ ഇരിക്കുള്ളത്. മനസ്സിലായ? 4 ദിവസം. സിറ്റിയിലുണ്ടോ ഈ ഷിഗണ്ടുകള്? നമ്മുടെ സിറ്റിയിലുണ്ടോ? എനിക്കൊന്നും കേറാൻ പറ്റണല്ലോ എനിക്ക്. ഇത് ഇനി കയറുന്നില്ലെങ്കിൽ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാൻ നോക്കേണ്ടി വരും. പക്ഷെ ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്താൽ PC റീസ്റ്റാർട്ട് ആക്കേണ്ടി വരും. അവര് പിന്നെ സിറ്റി കാണാൻ ചാൻസ് വളരെ കുറവാണ്. അവന്മാര് കേറത്തില്ലല്ലോ, പേടിച്ച് തൂർത്തിട്ടങ്ങള്. ഇത് എന്തൊരു അവസ്ഥയാ ഗൈസ്. ഇത് എന്തൊരു കഷ്ടമാണെന്ന് പറ. പുല്ല് പിടിക്കാൻ എല്ലാം കറക്റ്റായിട്ട് തലയിലോട്ട് ഇത് വേണമെങ്കിൽ ഫയം ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. വലിയ കാര്യം ഉണ്ടാവാൻ തോന്നുന്നില്ല ഡ്രൈവർ അപ്ഡേറ്റ് ചെയ്ത്. റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരത്തില്ലല്ലോ ഡ്രൈവർ അപ്ഡേറ്റ് കഴിഞ്ഞാൽ? അല്ല, ഒരു മിനിറ്റ്, അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത സമയത്ത് എൻവിഡിയ ഇത് കണ്ടില്ല. ഒന്ന് സെർച്ച് ചെയ്താണ് എൻവിഡിയ കണ്ട. ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ജിഫോഴ്സ് അണ്ണ അത് വേണോ അണ്ണ? അതുകൊണ്ടാണ് ഒരു കാര്യം ഞാൻ ഇപ്പൊ തരാം. അതിന് റീസ്റ്റാർട്ട് ഒന്നും വേണ്ട. ഞാൻ ജിഫോഴ്സ് എക്സ്പീരിയൻസ് ഡൗൺലോഡ് ചെയ്യാൻ വെയിറ്റ്. അതുകൊണ്ടാണ് ഒന്ന് ശരിയാക്കി തരുമോ? ഈ ഏഷ്യാനെറ്റിന് ആ സർവറിന് എന്താ പ്രശ്നം എനിക്കറിയത്തില്ല. അവര് ജയിച്ചു ബ്രോ. ജസ്റ്റ് അക്സെപ്റ്റ് ദേ ആർ ബെറ്റർ ദാൻ യുവർ പ്ലേയേഴ്സ് ബ്രോ. ഈ ബെറ്റർ അവരെക്കാൾ ബെറ്റർ ആയതുകൊണ്ടാണ് നമ്മള് അടിച്ചെടുത്തത് കഴിഞ്ഞ ആഴ്ച. അതുകൊണ്ടാണ് നമ്മളത് ഒരാഴ്ച ഹോൾഡ് ചെയ്തത്. മനസ്സിലായ? പീഡിയുടെ എന്നൊന്നും തല്ല് മേടിക്കേണ്ട ഗതികേട് എന്തായാലും നമുക്ക് ടിവിയുടെ ഗ്യാങ്ങിന് ഇതുവരെ വന്നിട്ടില്ല. വേറൊരു കാര്യം ഒന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഊത്തിനൊക്കെ ഫാൻ ബേസ് ഇത്രയും പൊങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം, ഇവന്മാരെ നമ്മൾ ഓടിച്ചിട്ട് തല്ലി തന്നെയാണ് അടിച്ചെടുത്തത്. അല്ലാതെ അവന്മാർ ഗിഫ്റ്റ് തന്നതല്ല ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച. മനസ്സിലായ? അടിച്ചെടുത്തതാണ് ഞങ്ങൾ അടിച്ചെടുത്തതാണ്. നീ ഈ പറഞ്ഞ ബെറ്റർ പ്ലേയേഴ്സിൻ്റെ ഞങ്ങൾ അടിച്ചെടുത്തതാണ്. കരഞ്ഞ് തൂറി മെഴുകിയതല്ല. മനസ്സിലായ? നമ്മൾ അടിച്ച് മേടിച്ചതാണത്. നമ്മൾ മേടിച്ച് നമ്മുടെ കയ്യിൽ ഇത് 3 ദിവസം. കാരണം സിറ്റിയുടെ മെയിൻ്റെനൻസ് വന്നുകൊണ്ട് ഞങ്ങൾക്ക് അധികം ദിവസം ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇതാകെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് 3 ദിവസം 4 ദിവസം എന്തോ ആയുള്ളൂ. ഈ 4 ദിവസത്തിൽ തന്നെ അടുത്ത ടർഫ് വന്നതുകൊണ്ട് ഇതായി. മനസ്സിലായോ? അത്രേ ഉള്ളൂ. പിന്നെ നീയൊക്കെ ഈ ഒരു മാസമായാലുള്ള ഗ്യാങ് പോലും തുടങ്ങിയിട്ട്, അതുകൊണ്ട് നിനക്കൊന്നും വലിയ കഥകൾ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിന് മുമ്പത്തെ കഥ പറഞ്ഞുതരാം. ഞങ്ങൾ ഇവന്മാരുടെ നിന്ന് ഇത് അടിച്ചെടുത്തതാണ് ഓൾറെഡി. ഇത് അടിച്ചെടുത്ത സമയത്ത് ഇവന്മാർ ഞങ്ങൾ വാക്കിംഗ് സ്റ്റൈൽ മാറ്റിയെന്ന് പറഞ്ഞ് കരഞ്ഞ് തൂറി മെഴുകി VC പോയിരുന്ന 1.5 മണിക്കൂർ കരഞ്ഞ് കഴിവ് മേടിച്ചോണ്ട് പോയതാണ് അവൻ. മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളിൽ വെറുതെ തലയിടാൻ നിൽക്കരുത്. ദയവ് ചെയ്ത് അറിയുന്ന സമയത്ത് സംസാരിക്കുക.
ഞാൻ ഇന്ന് FRP വലിക്കുന്നില്ലെന്ന് പറഞ്ഞാണ്. അവൻ മറ്റേ വേശി അണ്ടി എന്നൊക്കെ പറഞ്ഞ് മറ്റേ സ്റ്റോറി ഇട്ടുകൊണ്ടാണ് ഞാൻ ഇത് FRP വലിച്ചു കൊടുത്തത്. അല്ലാതെ എനിക്ക് FRP വലിച്ചു കൊടുക്കാൻ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അത്രയ്ക്ക് വർത്താനം പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തന്നെ തന്തയ്ക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ വെറുതെ വിടണോ? ജസ്റ്റ് ഷിറ്റ്. PDD എന്ന് മേടിച്ചതല്ലേ അത് അക്സെപ്റ്റ് ചെയ്യും. ക്യാൻസൽ ചെയ്തിട്ടാണോ? ഞാൻ ഇവിടെ വേറെ ഒരു ഗ്യാങ്സിന്റെ പേര് പറഞ്ഞിട്ടില്ലേ ഗൈസ്. ഞാൻ പറഞ്ഞത് ഞാൻ അല്ലാതെ പറഞ്ഞത് കുറെ എണ്ണം പീഡിക്കകത്ത് കളിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ നിങ്ങൾ വേറൊരു രീതിയിൽ അത് എടുക്കല്ലേ. കൺവേർട്ട് ആയില്ലേ? കൺവേർട്ട് ചെയ്യല്ലേ പ്ലീസ്.